അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുതേ. ആ കെട്ടിലമ്മ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി പോകുന്നുണ്ട്. ശാരദ വെളിയിലേക്ക് പോവാൻ ഒരുങ്ങിയിറങ്ങിയ അല്ലിയെ നോക്കിക്കൊണ്ട് വലിയ വായിൽ അട്ടഹസിച്ചു. അല്ലി ഒരക്ഷരം അവരോട് മിണ്ടിയില്ല. എന്തിനു പറയുന്നു, അവരെ നോക്കുക കൂടെ ചെയ്തില്ല. അവളുടെ ഒരു തയ്യൽ കട നോക്കിക്കോടി, അധികമൊന്നും നീ അത് വെച്ച് കഞ്ഞി കുടിക്കില്ല. ശാരദ തലയിൽ കൈവച്ച് പ്രാകുകയാണ് അവളെ. അല്ലിക്ക് ഈ ശാപവാക്കുകളൊന്നും പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ അവൾ അതൊന്നും മുഖവുരക്കെടുത്തില്ല. കണ്ണിൽ ചോരയില്ലാത്ത കുറേ എണ്ണങ്ങളുടെ നടുവിൽ ജനിച്ചു പോയില്ലേ, ഇനി എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കുക തന്നെ എന്നൊരു നയമാണ് അല്ലിക്ക്. ആ ഓടിട്ട വീടിൻ്റെ വേലി മുറിച്ച് കടക്കുമ്പോൾ തന്നെ എതിരെ വരുന്നവനിൽ അല്ലിയുടെ കണ്ണുകൾ ഉടക്കി. സതീശനാണ്, അല്ലിയുടെ അമ്മായിയുടെ മകൻ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മുറച്ചെറുക്കൻ. എങ്ങോട്ടാടി രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി? സതീശൻ അടിമുടി അല്ലിയൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. കടയിലേക്കാ. അല്ലി ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കി. ആ ആളില്ലാത്ത കടയിൽ ഈച്ചയെ ആട്ടിയിരിക്കാനാണോ നീ ഈ കുറിയും തൊട്ടി ഇറങ്ങുന്നത്? പുച്ഛത്തോടെയാണ് സതീശൻ്റെ ആ ചോദ്യം. അല്ലി ഒന്നും മിണ്ടിയില്ല. അവനെ ഒന്ന് ഇരുത്തി നോക്കി വേഗത്തിൽ മുൻപോട്ട് തന്നെ നടന്നു. നിന്റെ തന്ത ചത്തിട്ട് മാസം 2 ആയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത്. ദേ 2 മാസം കൂടെ ഞാൻ കാക്കും. അത് കഴിഞ്ഞാൽ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ എൻ്റെ കൂടെ പുറത്തേക്കണം, സതീശൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അല്ലിക്കതിന് കേൾക്കെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ അരിച്ചങ്ങ് കയറി. അല്ലി നടത്തത്തിൻ്റെ സ്പീഡങ്ങ് കൂട്ടി. ആ നടത്തം പിന്നെ നിന്നത് കടയിലെത്തിയതിന് ശേഷമാണ്. അല്ലി ബാഗിൽ നിന്ന് ചാവിയെടുത്ത് കടയുടെ പൂട്ട് തുറന്നു. ഒപ്പം ഷട്ടർ വലിച്ചു തുറക്കുകയും ചെയ്തു. അല്ലി ഷട്ടർ വലിച്ചുറത്തിയപ്പോൾ അകത്തെ ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് പുലർക്കാലത്തെ ഇളം വെയിൽ വെളിച്ചമായി അരിച്ചു കയറി. ആ വെളിച്ചത്തിൽ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ചെറിയ നൂൽപ്പൊടികൾ തിളങ്ങി നിന്നു. അത്യാവശ്യം കുറച്ച് തുണികളും പുതിയ കോട്ടൺ നൂലുകളുടെയും ഒപ്പം ഒരു തയ്യൽ മെഷീനും ആ കടക്കുള്ളിൽ ഉണ്ടായിരുന്നു. മുറിയുടെ ഒരു വശത്തായി തുണികൾ നിരത്തി വെച്ച് വെട്ടാനും മറ്റുമായി ഉപയോഗിക്കുന്ന വലിയൊരു മരമേശയുണ്ട്. അതിനു മുകളിൽ ടേപ്പും പല നിറത്തിലുള്ള ടൈലറിംഗ് ചോക്കുകളും കത്രികയും മറ്റും ചിട്ടയോടെ വെച്ചിട്ടുണ്ട്. മറുഭാഗത്തെ റാക്കുകളിൽ തയ്ച്ചു തീർത്തതും തയ്ക്കാനിട്ടതുമായ ബ്ലൗസ് തുണികളും ചുരിദാർ മെറ്റീരിയലുകളും കൊടുത്തു തീർക്കാനുള്ളതിനനുസരിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. മുറിയുടെ നടുവിലായി അവളുടെ ഏക ജീവനോപാധിയായ പഴയ തയ്യൽ മെഷീൻ കിടപ്പുണ്ട്. ബാഗ് മേശപ്പുറത്തേക്ക് വെച്ച് അല്ലി ആദ്യം തന്നെ ഒരു തുണിയെടുത്ത് മെഷീനും മേശയും തുടച്ചു വൃത്തിയാക്കി. മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറയണമെങ്കിൽ അവൾക്ക് ജോലിയിലൊന്ന് മുഴുകിയേ പറ്റൂ. രാവിലെ തന്നെ ഉണ്ടായ സതീശൻ്റെയും ചെറിയമ്മയുടെയും പ്രസംഗം അവളുടെ മനസ്സ് മടുപ്പിച്ച് കളഞ്ഞിരുന്നു. അല്ലിയുടെ അച്ഛൻ അശോകൻ്റെ 2ാം ഭാര്യയാണ് ശാരദ. അച്ഛനോടൊപ്പം വിവാഹം ചെയ്തു വരുമ്പോഴേ അവർക്കൊരു പെൺകുട്ടിയുണ്ട്. ആദ്യത്തെ കെട്ടിലെയാണെന്ന് ഗായത്രി. അല്ലിയോട് ഒരിത്തിരി സ്നേഹത്തിലൊക്കെ തന്നെയായിരുന്നു അശോകൻ പെരുമാറിയിരുന്നത്. എന്നാൽ ശാരദയുടെ വരവോടെ ആ സ്നേഹം അങ്ങ് നിലച്ചു. പിന്നീട് അങ്ങോട്ട് കുത്തുവാക്കുകളും തരം കിട്ടിയാൽ ദേഹോപദ്രവവും അല്ലിയുടെ അച്ഛനും ശാരദയും കൂടിയിട്ടായിരുന്നു. അതങ്ങനെ ഒരു ശീലമായി മാറി അല്ലിക്കും അവർക്കും. പക്ഷെ ഗായത്രി നേരെ തിരിച്ചായിരുന്നു കേട്ടോ. അവൾക്ക് അന്നും ഇന്നും അവളുടെ അല്ലിച്ചേച്ചിയെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ. ആ വീട്ടിലേക്ക് ശാരദയുടെ കയ്യും പിടിച്ച് കയറി വരുമ്പോൾ ഗായത്രിക്ക് 5 വയസ്സ്, അല്ലിക്ക് 8. അന്ന് മുതൽ അല്ലിക്ക് ജീവിതത്തിൽ ഏക ആശ്വാസം അവളുടെ ഗായുവാണ്. അച്ഛൻ അശോകൻ മരിച്ചിട്ടിപ്പോൾ 2 മാസമായി. അതിനൊരു വർഷം മുമ്പേ കിടപ്പിലായി തുടങ്ങിയതാണ്. അശോകേട്ട എന്നും പറഞ്ഞ് ഒലിപ്പിച്ച് പിന്നാലെ നടക്കാറുള്ള ശാരദ അയാൾ കിടപ്പിലായതിൽ പിന്നെ അയാൾക്കൊരു പട്ടിയുടെ വില പോലും കൊടുക്കാതെയായി. അതുവരെ ഇല്ലാത്ത കുറ്റബോധം അന്നേരമാണ് അശോകനിൽ ഉടലെടുത്തത്. സ്വന്തം മകളോട് താൻ ചെയ്ത ക്രൂരത അന്നേരമാണ് അയാളെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയത്. അങ്ങനെ മരിക്കാൻ നേരത്ത് അയാൾ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തു. തൻ്റെ പേരിലുള്ള ആകെ സ്വത്തായ ആ വീടും ആ ഒറ്റമുറിക്കടയും അല്ലിയുടെ പേരിൽ അങ്ങ് എഴുതി വെച്ചു. അശോക മരിച്ചതിന് ശേഷമാണ് ശാരദ ഇതറിയുന്നത്.
അന്നു മുതൽ ഇന്ന് വരെ ഒരു സമാധാനവും അവൾ അല്ലിക്ക് കൊടുത്തിട്ടില്ല. അല്ലി അതൊന്നും മുഖവുരക്കെടുക്കാറുമില്ല. തൻ്റെ പേരിൽ വന്നതൊന്നും തിരികെ എഴുതി കൊടുക്കാനും അല്ലി ഒരുക്കമല്ലായിരുന്നു. എങ്ങനെങ്കിലും ഗായത്രിയുടെ പഠനം പൂർത്തിയാക്കണം, അവളെ ഒരു കര പറ്റിക്കണം, കൂടെ തനിക്കും രക്ഷപ്പെടണം. അല്ലി അത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മേശപ്പുറത്തിരുന്ന് ഓർഡർ ബുക്ക് തുറന്ന് അന്ന് തയ്ച്ച് തീർക്കേണ്ട ചുരിദാറിൻ്റെ മെറ്റീരിയൽ അവൾ കയ്യിലെടുത്തു. അളവ് തുണി അരികിൽ വെച്ച് ടേപ്പ് കഴുത്തിലൂടെ ഇട്ടുകൊണ്ട് അവൾ തുണി മേശപ്പുറത്തേക്ക് നിവർത്തിയിട്ടു. ശ്രദ്ധയോടെ ചോക്ക് കഷ്ണങ്ങൾ കൊണ്ട് തുണിയിൽ അടയാളങ്ങൾ വരച്ചു ചേർത്തു. ആ വരകളിലൂടെ കത്രിക ചലിച്ചു തുടങ്ങി. അവൾ തയ്യൽ മെഷീന് മുന്നിലെ ചെറിയ മരക്കസേരയിലേക്ക് ഇരുന്നു. സൂചിത്തുളയിലൂടെ നൂൽ കോർത്തുകൊണ്ട് അവൾ തയ്ക്കാൻ തുടങ്ങി. തയ്യൽ മെഷീൻ്റെ ശബ്ദം ആ ചെറിയ മുറിയിൽ മുഴങ്ങിക്കേട്ടു. ആ ജോലി അവൾക്ക് എപ്പോഴും കരുത്ത് പകരുന്ന ഒന്നാണ്. ഓരോ വട്ടവും ആത്മാഭിമാനമാണ് അവൾ തുന്നി ചേർക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗം മടക്കി തേക്കുമ്പോഴും കൈകൾ കൂട്ടിച്ചേർക്കുമ്പോഴും അല്ലിയുടെ ശ്രദ്ധ പൂർണ്ണമായും ആ സൂചിത്തുമ്പിലായിരുന്നു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ച് അവൾ വീണ്ടും അടുത്ത തുണിക്കഷ്ണത്തിലേക്ക് സൂചി താഴ്ത്തി. ഇവിടമാണ് തൻ്റെ കോട്ടയെന്നും ഇവിടുത്തെ രാജ്ഞി താൻ മാത്രമാണെന്നും അല്ലി ആ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നോ മുതൽ. അവൾ അടുത്ത ചുരിദാറിൻ്റെ കൈകൾ കൂട്ടിയോജിപ്പിച്ച് തയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിൽ ഒരു നിഴൽ അനങ്ങുന്നത് കണ്ടത്. മെഷീനിൽ നിന്നും കണ്ണു വെട്ടിച്ച് നോക്കിയ അല്ലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഗായത്രിയായിരുന്നു അത്. ഒരു പിങ്ക് ചുരിദാറുമിട്ട് ഒരു വശത്തേക്ക് മുടി മുടങ്ങിയിട്ട് തോളിലൊരു കോളേജ് ബാഗും തൂക്കി നിൽക്കുകയാണവൾ. അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭവവും ദേഷ്യമൊക്കെ മിന്നി മറയുന്നുണ്ടായിരുന്നു. നിനക്ക് കോളേജിൽ പോവാനായില്ലേ ഗായു? നീ ഇതെന്താ ഈ വഴിക്ക്? അല്ലി മെഷീൻ്റെ ചക്രം കൈകൊണ്ട് തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഗായത്രി ബാഗ് മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞുകൊണ്ട് അല്ലിക്ക് നേരെ തിരിഞ്ഞു. ഇരു കൈകളും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവൾ ചുണ്ടുകൾ പിളർത്തി. ഇന്നെന്താ എന്നെ വിളിക്കാതെ ഇങ്ങ് പോകുന്നത്? രാവിലെ നോക്കുമ്പോൾ കിടക്കയിൽ ആളില്ല. ഗായത്രിയുടെ ശബ്ദത്തിൽ ചെറിയൊരു പിണക്കമുണ്ടായിരുന്നു. അല്ലി ഒരു ദീർഘനിശ്വാസത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ഗായത്രിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ തോളിൽ പതിയെ കൈവച്ചു. ഗായു, ഇന്ന് രാവിലെ തന്നെ അവിടെ വലിയ പുകയിലായിരുന്നു. നീ അതൊന്നും അറിയാതിരുന്നതാ നല്ലത്. അമ്മ പതിവ് പോലെ നല്ല ഫോമിലായിരുന്നു. അതിൻ്റെ കൂടെ സതീശൻ കൂടെ വന്നപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. നിന്നെ വിളിച്ചുണർത്തിയ നിൻ്റെ കൂടെ മനസ്സ് മടുക്കുമെന്ന് കരുതിയാ ഞാൻ വേഗം ഇങ്ങ് ഇറങ്ങിയത്, അല്ലി ശാന്തമായി പറഞ്ഞു. അമ്മയുടെയും സതീഷിൻ്റെയും പേര് കേട്ടപ്പോഴേ ഗായത്രിയുടെ മുഖം കറുത്തു. അവൾക്ക് കാര്യം മനസ്സിലായി. അല്ലെങ്കിലും അമ്മയോട് അവൾക്കോ അവളോട് അമ്മക്കോ പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല താനും. ചേച്ചി ഒന്നിനും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. അവറ്റകൾക്ക് വേറെ പണിയില്ല. അച്ഛൻ ഈ കടയും വീടും ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ചതിൻ്റെ കടുപ്പമ്മ രണ്ടുപേർക്കും. സതീഷാണെങ്കിൽ പുലി മുറച്ചെറുക്കൻ ചമഞ്ഞ് നടക്കുന്നു. ചേച്ചി വിഷമിക്കാതിരിക്ക്, ഞാൻ ഉണ്ടല്ലോ കൂടെ. ഗായത്രി അല്ലിയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശാരദയുടെ ചോരയാണെങ്കിലും ഗായത്രിക്ക് ആ സ്വഭാവത്തിൻ്റെ ഒരംശം പോലും കിട്ടിയിട്ടില്ലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു വെളിച്ചം അവളാണെന്ന് അല്ലിക്ക് തോന്നി. എനിക്ക് വിഷമമൊന്നുമില്ല മോളെ, ഇതൊക്കെ ഇപ്പോൾ സ്ഥിരമല്ലേ. അത് പോട്ടെ, നിൻ്റെ ബസ് വരാനായോ? അല്ലി ചോദിച്ചു. ബസ് വരാൻ ഇനിയും കുറച്ച് സമയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. അതിരിക്കട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞ ആ സാധനം എവിടെ? ചേച്ചി അത് തയ്ച്ച് തീർത്തോ? ഗായത്രിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ദാ കിടക്കുന്നു. നീ പറഞ്ഞ പോലെ രാത്രി ഇരുന്ന് തയ്ച്ച് തീർത്തതാ. അല്ലി റാക്കിൻ്റെ മുകളിലിരുന്ന ഒരു ഹാങ്ങർ ചൂണ്ടിക്കാണിച്ചു. അതിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ ലഹങ്ക കണ്ടതും ഗായത്രിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഒരു പച്ച നിറത്തിലുള്ള സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വളരെ മനോഹരമായ ഗോൾഡൻ ബോർഡറുകൾ തുന്നിച്ചേർത്ത ഒരു ലഹങ്കയായിരുന്നു അത്. അതിൻ്റെ ബ്ലൗസിൻ്റെ പുറകിൽ അല്ലി ചെയ്ത മനോഹരമായ ത്രെഡ് വർക്കുകൾ ആ വസ്ത്രത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കിയിരുന്നു. വാ അല്ലി ചേച്ചി, ഇത് പൊളിക്കും. ഞാൻ ഇന്നിത് വെച്ച് ഇൻസ്റ്റാഗ്രാം അങ്ങ് കത്തിക്കും. ഗായത്രി അത് കയ്യിലെടുത്ത് തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ തുടങ്ങി. നിനക്ക് ഇഷ്ടപ്പെട്ടോ അത്? അല്ലിക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഇത് അടിപൊളിയാണ്. ഗായത്രി പെട്ടെന്ന് തന്നെ ബാഗ് തുറന്ന് ഫോൺ പുറത്തെടുത്തു. നീ ഇത് എന്ത് ചെയ്യാൻ പോവുകയാ? അല്ലി നെറ്റി ചൊളിച്ചു. എന്തു ചെയ്യാൻ? കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയ ഇൻസ്റ്റഗ്രാം പേജില്ലേ, അല്ലി ഡിസൈൻസ്,
അതിലിടാൻ വേണ്ടി ഇതിൻ്റെ ഒരു അടിപൊളി റീൽസ് ഷൂട്ട് ചെയ്യാൻ പോവുക. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. ഈ വെട്ടത്തിൽ എടുത്ത ലെഹങ്കയുടെ കളർ സൂപ്പറായിട്ട് വരും. ഗായത്രി കടയുടെ ഒരു വശത്തെ ഭിത്തിക്ക് മുന്നിൽ ലെഹങ്ക വൃത്തിയായി തൂക്കിയിട്ടു. എന്നിട്ട് ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ഓരോ ആംഗിളിൽ നിന്നും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ തുടങ്ങി. ബ്ലൗസിൻ്റെ ബാക്ക് ഡിസൈനിലും സ്കേർട്ടിലെ ചെറിയ സ്റ്റോൺ വർക്കിലേക്കും ക്യാമറ സൂം ചെയ്ത് അവൾ വളരെ പ്രൊഫഷണലായി തന്നെ അത് ഷൂട്ട് ചെയ്തു. അല്ലി ഇതൊക്കെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗായത്രിക്ക് ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. തയ്യൽ കടയിൽ അല്ലി ചെയ്യുന്ന ഓരോ നല്ല വസ്ത്രങ്ങളും അവൾ ഫോണിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഗായു, ഒരു കാര്യം ചോദിക്കട്ടെ? അല്ലി മേശപ്പുറത്തേക്ക് ചാടി നിന്നുകൊണ്ട് ചോദിച്ചു. എന്താ ചേച്ചി, ചോദിക്ക്. ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിൽ ഗായത്രി തലയുയർത്താതെ പറഞ്ഞു. അല്ല, ഇങ്ങനെയൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ഇടുന്നത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടാവോടി? വെറുതെ സമയം കളയാനല്ലാതെ. അവിടെ ഈ വലിയ വലിയ സിറ്റികളിലൊക്കെയുള്ള ഫാഷൻ ഡിസൈനർമാരുടെ ആയിരക്കണക്കിന് പേജുകൾ ഉള്ളതല്ലേ നീ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ. നമ്മൾ ഇടുന്ന ഒക്കെ ആരെങ്കിലും കാണുമോ? അല്ലി അവളെ ചെറുതായി ഒന്ന് കളിയാക്കാനും ഒപ്പം തൻ്റെ സംശയം തീർക്കുവാനുമായി ചോദിച്ചു. ഗായത്രി ഫോണിൽ നിന്നും പെട്ടെന്ന് തലയുയർത്തി. ഗൗരവത്തിൽ അല്ലിയെ ഒന്ന് നോക്കി. ചേച്ചിക്ക് ഈ സോഷ്യൽ മീഡിയയുടെ പവർ അറിയാഞ്ഞിട്ടാ. ലക്ഷക്കണക്കിന് പേജുകൾ കാണും, പക്ഷേ എൻ്റെ അല്ലി ചേച്ചിയുടെ കയ്യൊപ്പ് പതിഞ്ഞുള്ള ഒരു പേജല്ലേ ഉള്ളൂ. നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ എപ്പോഴാണ് വൈറലാവുക എന്ന് പറയാനൊന്നും പറ്റില്ല ചേച്ചി. ഏതെങ്കിലും ഒരെണ്ണം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ ഇങ്ങോട്ട് ഓർഡറുകളുടെ പ്രവാഹമായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു കുഞ്ഞു മുറിയിൽ ഒതുങ്ങേണ്ടി വരില്ല. വലിയൊരു ബോട്ടിക്ക് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഗായത്രിയെ നടത്തിച്ചു തരും, നോക്കിക്കോ, അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അല്ലിക്ക് അവളുടെ ആ വലിയ വർത്താനം കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഗായത്രി പെട്ടെന്ന് തന്നെ ഒരു ട്രെൻഡിങ് ആയ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലിട്ട് ആ ലെഹങ്കയുടെ വീഡിയോ മനോഹരമായി എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. കസ്റ്റം മെയ്ഡ് ലെഹങ്ക ബൈ അല്ലി ഡിസൈൻസ് എന്നൊരു ക്യാപ്ഷനും കൂടെ അവൾ അതിന് കൊടുത്തു. ഡാ, പോസ്റ്റ് വീണ് കഴിഞ്ഞു. ഗായത്രി ഫോൺ സ്ക്രീൻ അല്ലിക്ക് നേരെ തിരിച്ചു കാണിച്ചു. ഇനി കളി മാറും ചേച്ചി. ചേച്ചി ധൈര്യമായിട്ട് അടുത്ത തുണി വെട്ടിക്കോ. അപ്പോഴേക്കും ദൂരെ നിന്നും ബസ്സിൻ്റെ ശബ്ദം കേട്ടു. അയ്യോ, എൻ്റെ ബസ് വന്നു. ചേച്ചി, വൈകുന്നേരം കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരാം. ബാഗും തോളിലിട്ട് ഗായത്രി ഒരൊറ്റ ഓട്ടമായിരുന്നു. പതുക്കെ പോടി, അല്ലി പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഗായത്രി പോയ വഴിയിലേക്ക് നോക്കി അല്ലി കുറച്ചു നേരം കൂടെ അങ്ങനെ തന്നെ നിന്നു. ഗായത്രി ഇൻസ്റ്റഗ്രാമിൽ ഇട്ട റീൽ വെറുതെ ആയില്ല കേട്ടോ. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. ഇൻസ്റ്റഗ്രാം ഇൻബോക്സിൽ മെസ്സേജുകളുടെ പെരുമഴയായിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ ആര്യം ഫാഷൻസ് എന്ന മൾട്ടിനാഷണൽ ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് പോലും ആ വീഡിയോക്കൊരു ലൈക്കും അതേപോലെ ഒരു മെസ്സേജും വന്നിരുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അല്ലി പതിവ് പോലെ തുണി വെട്ടുന്നതിലും തയ്ക്കുന്നതിലും മുഴുകിയിരിക്കുകയായിരുന്നു. ശാരദയുടെ ശാപവാക്കുകളും തരം കിട്ടുമ്പോഴുള്ള സതീശൻ്റെ അധികാരഭാവവും ദിവസേന കൂടിക്കൂടി വന്നു. 2 മാസം കഴിഞ്ഞാൽ തൻ്റെ കൂടെ ഇറങ്ങണമെന്ന സതീശൻ്റെ അന്ത്യശാസനം അല്ലിയുടെ മനസ്സിൽ ഒരു കനലായി കിടപ്പുണ്ടായിരുന്നു. അച്ഛൻ തനിക്ക് തന്ന സമ്പാദ്യമായ ആ വീടും കടയും എങ്ങനെയും തട്ടിയെടുക്കാൻ അവർ വല വിരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ വീട്ടിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നു. ദേ നോക്കടി, വക്കീലിനെ കണ്ട് ഞാൻ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീടും കടയും നിന്റെ പേരിൽ അശോകൻ എഴുതി വെച്ചത് അസുഖം ബാധിച്ച സമയത്താണ്. അങ്ങേർക്കാണെങ്കിൽ അന്നേരം ബുദ്ധിയും വെളിവും കുറവായിരുന്നു. ബോധമില്ലാത്ത സമയത്ത് എഴുതിയ സ്വത്തിന് നിയമസാധുതയില്ല. മര്യാദക്ക് അത് എൻ്റെ പേരിൽ എഴുതി തന്നാൽ നിന്നെ ഞാൻ കെട്ടിക്കോളാം. ഇല്ലെങ്കിൽ നിന്നെയും നിൻ്റെ അനിയത്തെയും ഞാൻ തെരുവിലേക്ക് ഇറക്കി വിടും. സതീശൻ അല്ലിയുടെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ആക്രോശിച്ചു. വിട് സതീശ, എന്നെ തൊട്ടുപോകരുത്. അല്ലി വേദന കൊണ്ട് പുളഞ്ഞു. ഗായത്രി സതീശനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ശാരദ അവളെ പിടിച്ചു മാറ്റി. അവൾ അനുഭവിക്കട്ടടി കുറച്ച്. ശാരദയും സതീശനും ചേർന്ന് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. സതീശന് അല്ലിയെ മതി, ശാരദക്ക് സ്വത്തും. അവർ അതിനുവേണ്ടി ഒരു കരാറിൽ എത്തിയിരിക്കുകയും ചെയ്യുന്നു. ചേച്ചി, നമ്മളിവിടെ നിന്നാൽ അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. നമുക്ക് കൊച്ചിയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ആര്യം ഫാഷൻസിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അവരുടെ പുതിയ പ്രൊജക്റ്റിലേക്ക് ഡിസൈനർമാരെ എടുക്കുന്നുണ്ടെന്ന്.
ചേച്ചിയുടെ കഴിവ് തെളിയിക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടില്ല. അന്ന് രാത്രി ഗായത്രി അല്ലിയോട് അതിനെപ്പറ്റി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ അവൾക്ക് ആ നഗരത്തിലേക്ക് പോയേ തീരൂ. അവർ അർദ്ധരാത്രിയിൽ തന്നെ ആ വീട് വിട്ടിറങ്ങി. കൊച്ചിയിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ അല്ലിയുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സ്വന്തം കാലിൽ നിൽക്കണം, തന്നെ പുച്ഛിച്ചവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കരുത് എന്ന്. പിറ്റേന്ന് രാവിലെ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ആര്യം ഫാഷൻസ് എന്ന കോർപ്പറേറ്റ് കെട്ടിടത്തിന് മുന്നിൽ അല്ലിയും ഗായത്രിയും വന്നു നിന്നു. ഗ്ലാസ് വാതിലുകളും സെക്യൂരിറ്റി ജീവനക്കാരും തിങ്ങി നിറഞ്ഞ ആ ആഡംബര അന്തരീക്ഷം അല്ലിയിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടാക്കിയെങ്കിലും ഗായത്രി അവൾക്ക് ധൈര്യം നൽകി. അകത്തേക്ക് കയറി റിസപ്ഷനിൽ കാര്യം പറഞ്ഞപ്പോൾ ദാ ആ കാണുന്ന കോൺഫറൻസ് റൂമിലേക്ക് ഇരിക്കൂ, സാർ ഇപ്പോൾ വരുമെന്നവർ മറുപടി പറഞ്ഞു. അല്ലിയും ഗായത്രിയും ആ വലിയ മുറിയിലേക്ക് നടന്നു. അവിടെ ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളും സ്കെച്ചുകളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വസ്ത്രധാരണത്തിലുള്ള ലുക്കിലും വലിയ മോഡലുകളെ വെല്ലുന്ന കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സാധാരണ കോട്ടൺ സാരി എടുത്ത് നീണ്ട മുടി പിന്നിലേക്ക് വടഞ്ഞിട്ട് നെറ്റിയിൽ ചെറിയൊരു കുറിയും തൊട്ട് നിൽക്കുന്ന അല്ലി അവിടെ തികച്ചും ഒരു വേറിട്ട കാഴ്ചയായിരുന്നു. ചുറ്റുമുള്ളവർ അവളെ നോക്കി പരസ്പരം പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഉണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. സോഷ്യൽ മീഡിയ വഴി തിരഞ്ഞെടുത്ത ഒരു കൂട്ടാളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരുടെ ഡിസൈനുകളെയും വിലയിരുത്തുന്ന അഹങ്കാരം നിറഞ്ഞൊരു രീതി അതായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത്. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടത്. കറുത്ത സൂട്ടും ധരിച്ച് കണ്ണുകളിൽ തീക്ഷ്ണമായ ഭാവവുമായി 28 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് അകത്തേക്ക് കയറി വന്നു. കൊച്ചിയിലെ പ്രശസ്തനായ ഡിസൈനറും ആര്യം ഫാഷൻസിൻ്റെ അധിപനുമായ ആര്യം വർമ്മയായിരുന്നു അത്. അവൻ അകത്തേക്ക് വന്നതോടെ ആ മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു. അവൻ്റെ മുഖത്ത് കടുത്ത അഹങ്കാരവും പ്രൊഫഷണലിസവും പ്രകടമായിരുന്നു. ആര്യൻ വന്ന് തൻ്റെ വലിയ കസേരയിലേക്കിരുന്നു. അവൻ്റെ അസിസ്റ്റൻറ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡിസൈനർമാരുടെ പ്രൊഫൈലുകൾ ഓരോന്നായി ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുത്തു. പലരുടെയും ഡിസൈനുകൾ നോക്കി ആര്യൻ തികഞ്ഞ അതൃപ്തിയോടെ തലയാട്ടി. ഒടുവിൽ അസിസ്റ്റൻറ്റ് അല്ലി തയ്ച്ച പച്ച ലെഹങ്കയുടെ വീഡിയോ സ്ക്രീനിൽ കാണിച്ചു. ആ വീഡിയോ കണ്ടതും ആര്യൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ആ വസ്ത്രത്തിൻ്റെ ഫിനിഷിങ്ങും ത്രെഡ് വർക്കും അത്രമേൽ പെർഫെക്റ്റ് ആയിരുന്നു. ആരാണിത് ഡിസൈൻ ചെയ്തത്? ആര്യൻ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ചോദിച്ചു. മുന്നിലെ ആ വെളുത്ത സ്ക്രീനിൽ അപ്പോഴേക്കും ആ ലെഹങ്കയുടെ ചിത്രം തെളിഞ്ഞു വന്നിരുന്നു. അല്ലി പതുക്കെ എഴുന്നേറ്റ് നിന്നു. ഞാനാണ് സാർ. ആര്യൻ ലാപ്ടോപ്പിൽ നിന്നും കണ്ണു വെട്ടിച്ച് അല്ലിയെ നോക്കി. ഒരു നാടൻ പെൺകുട്ടി, ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പകിട്ടില്ലാത്തൊരു ലുക്ക്. ആര്യൻ്റെ ചുണ്ടിൽ പെട്ടെന്ന് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അവൻ കസേരയിലേക്ക് അല്പം ചാരിയിരുന്ന് അവളെ അടിമുടി ഒന്ന് നോക്കി. നീയാണോ ഇത് ചെയ്തത്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്? ആര്യൻ്റെ ചോദ്യം ഉയർന്നു. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടില്ല സാർ. എൻ്റെ അച്ഛൻ്റെ തയ്യൽക്കടയിൽ ഇരുന്ന് സ്വന്തമായി പഠിച്ചതാണ്, അല്ലി പതിയെ പറഞ്ഞു. ലിസൺ, ഇത് ആര്യം ഫാഷൻസ് ആണ്. ഇവിടെ വെറുതെ തുണി വെട്ടി തയ്ക്കുന്ന തയ്യൽക്കാരെയല്ല ആവശ്യം. അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുന്ന ഫാഷൻ ട്രെൻഡുകൾ അറിയുന്ന പ്രൊഫഷണലുകളെയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഹിറ്റായി എന്ന് കരുതി ആർക്കും ഡിസൈനർ ആകാൻ കഴിയില്ല. നിൻ്റെ ഈ നാടൻ തയ്യൽ പണി എൻ്റെ ബ്രാൻഡിന് ചേരുന്നതല്ല. സോ യു ക്യാൻ ഗോ. ആര്യൻ അഹങ്കാരത്തോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ ആ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരിൽ ചിരിയുണർത്തി. അല്ലിക്ക് അവൻ്റെ ആ ഭാവം ഒട്ടും ദയിച്ചില്ല. അവൻ്റെ അഹങ്കാരത്തിൻ്റെ മുഖം അവളിൽ പരിഹാസം ഉണർത്തി. അപമാനം അവളുടെ ഉള്ളിൽ ഒരു അഗ്നിയായി പടർന്നു. അവൾ പൊടുന്നനെ മേശക്കരികിലേക്ക് അല്പം മുന്നോട്ടാഞ്ഞു നിന്നു. എന്നിട്ട് ആര്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. 1 മിനിറ്റ് മിസ്റ്റർ ആര്യം വർമ്മ. അല്ലിയുടെ ശബ്ദം ആ വലിയ കോൺഫറൻസ് റൂമിൽ മുഴങ്ങിക്കേട്ടു. ആര്യൻ ശരിക്കും ഒന്ന് ഞെട്ടി. തൻ്റെ മുന്നിൽ ഇത്രയും ധൈര്യത്തോടെ ഒരാളും ഇതുവരെ സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വലിയ എയർ കണ്ടീഷണർ മുറിയും കോടികളുടെ ബ്രാൻഡും കണ്ടിട്ട് അതിൽ കണ്ണു മഞ്ഞളിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നവളല്ല ഞാൻ. വസ്ത്രം ഡിസൈൻ ചെയ്യുക എന്നാൽ വെറുതെ പേപ്പറിൽ വരയ്ക്കുന്നത് മാത്രമല്ല, ആ വരകൾക്ക് ജീവൻ നൽകി ഒരു നൂൽ പോലും പിഴക്കാതെ തുന്നിയെടുക്കുന്നതിലാണ് ഒരു ഡിസൈനറുടെ യഥാർത്ഥ വിജയം. നിങ്ങളുടെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആർക്കെങ്കിലും ഈ ലെഹങ്കയിൽ ഞാൻ ചെയ്ത ഫിനിഷിംഗ് തരാൻ പറ്റുമോ? അല്ലി ചോദിച്ചു. യു. ആര്യം കസേരയിൽ നിന്നും ദേഷ്യത്തോടെ എഴുന്നേറ്റു.
സത്യമാണ് ഞാൻ പറഞ്ഞത് സാർ. പണത്തിൻ്റെയും പദവിയുടെയും അഹങ്കാരത്തിൻ്റെ കണ്ണ് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ കഴിവിനെ തിരിച്ചറിയാൻ പറ്റാത്തത്. തുണി തയ്ക്കാൻ അറിയുന്നവന് വലിയ ഫാഷൻ ഡിസൈനിങ് ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല. കഴിവും സങ്കല്പശക്തിയും ഉണ്ടായാൽ മതി. നിങ്ങളുടെ ഈ ഓഫീസിൽ വന്ന് അടിമപ്പടി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ശരി സാർ, വിളിച്ചു വരുത്തി അപമാനിച്ചതിന് നന്ദിയുണ്ട്. അല്ലി ഒട്ടും ഭയമില്ലാതെ ആര്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു തീർത്തു. ആര്യൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അവൻ്റെ കരിയറിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നു. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? എൻ്റെ ബ്രാൻഡിനെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നോ നീ? ആര്യൻ പല്ലിറുമ്മിക്കൊണ്ട് ചോദിച്ചു. ഇത് അഹങ്കാരമല്ല സാർ, എൻ്റെ കഴിവിനോടുള്ള വിശ്വാസമാണ്. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ പേജിൽ നിന്ന് മെസ്സേജ് അയച്ചത്. എന്നിട്ടിപ്പോൾ ഇവിടെ വന്ന് എന്നെ ഒരൊറ്റ കാഴ്ചയിൽ കണ്ട് വിലയിരുത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഈ ജോലി എനിക്ക് വേണ്ട. അല്ലി തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ മേശപ്പുറത്ത് നിന്നും വലിച്ചെടുത്തു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിൽക്ക്, വെല്ലുവിളിച്ചിട്ട് ചുമ്മാ ഇറങ്ങിപ്പോവാൻ ഇത് നിൻ്റെ കുഗ്രാമമല്ല. നിനക്ക് അത്രയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഒരു അവസരം തരാം. 6 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന മത്സരത്തിൽ എൻ്റെ കമ്പനിയുടെ മെയിൻ വെഡ്ഡിങ് കളക്ഷൻ ഡിസൈൻ ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാത്ത നിൻ്റെ ആ കൈകൾ കൊണ്ട് അത് വിജയിപ്പിച്ച് കാണിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നീ പറഞ്ഞ വാക്കുകൾക്ക് ഈ ഓഫീസിന് മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറയണം. ആർ യു റെഡി? അല്ലി പതുക്കെ തിരിഞ്ഞു നിന്നു. അവളുടെ ചുണ്ടിൽ ഒരു വെല്ലുവിളിയുടെ പുഞ്ചിരി വിരിഞ്ഞു. കൊക്ക എത്ര കുളം കണ്ടതാ എന്ന പോലെ അവളൊന്ന് ഉള്ളിൽ ചിരിച്ചു. അപ്പോൾ അതുവരെയുള്ള ശമ്പളമോ എൻ്റെ താമസ സൗകര്യമോ? അല്ലി എടുത്തു ചോദിച്ചു. 6 മാസമെങ്കിൽ 6 മാസം ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കാം എന്ന് മാത്രമേ അല്ലി അന്നേരം കരുതിയുള്ളൂ. നിനക്ക് വേണ്ട എല്ലാ സൗകര്യവും കമ്പനി ചെയ്തു തരും. ആര്യൻ ഉറപ്പ് കൊടുത്തു. ഞാൻ തയ്യാറാണ് സാർ, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ ചെയ്യുന്ന ഡിസൈനുകൾക്ക് താഴെ ആര്യൻ ഫാഷൻസ് എന്ന പേരിനൊപ്പം അല്ലി ഡിസൈൻസ് എന്ന പേര് കൂടെ ഉണ്ടായിരിക്കണം. അത് വിജയിച്ചാൽ വെറും സാധാരണ തയ്യൽക്കാരിയുടെ മുന്നിൽ നിങ്ങളുടെ ഈ അഹങ്കാരം നിങ്ങൾ അടിയറവ് വെക്കണം. അല്ലി കൈനീട്ടി. ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കൈകളിൽ മുറുകെ പിടിച്ചു. ഡീൽ. തോൽക്കാൻ വേണ്ടി ജീവിച്ചു തുടങ്ങിയവളല്ല ഞാൻ സാർ, ജയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവളാണ്. അല്ലി അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ആര്യൻ വർമ്മ തൻ്റെ കസേരയിലേക്ക് തിരികെ ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അല്ലിയുടെ ആ തീക്ഷ്ണമായ കണ്ണുകൾ തന്നെയായിരുന്നു. അഹങ്കാരിയായ ആര്യൻ വർമ്മയും ആത്മാഭിമാനിയായ അല്ലിയും തമ്മിലുള്ള ഈ യുദ്ധം കൊച്ചി നഗരത്തിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. നാട്ടിൽ സതീശനും ശാരദയും അവളെ തിരയുമ്പോൾ അല്ലി ഇവിടെ വലിയൊരു വിജയത്തിനായി സൂചിത്തുമ്പിൽ സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങുകയായിരുന്നു. ആര്യൻ വർമ്മയുടെ ചലഞ്ച് ഏറ്റെടുത്ത് ആര്യൻ ഫാഷൻസിൻ്റെ സ്പെഷ്യൽ ഡിസൈനിങ് ക്യാമ്പിനിൽ അല്ലി ജോലി തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. ഗായത്രിക്ക് കൊച്ചിയിലെ നല്ലൊരു കോളേജിൽ അഡ്മിഷനും കമ്പനിയുടെ വക ക്വാർട്ടേഴ്സിൽ താമസ സൗകര്യവും ലഭിച്ചതോടെ അല്ലിയുടെ മനസ്സിന് അല്പം സമാധാനം കിട്ടിയിരുന്നു. എങ്കിലും നാട്ടിൽ സതീശനും ശാരദയും തങ്ങളെ തിരയുന്നുണ്ടെന്ന ബോധം അവളുടെ ഉള്ളിൽ ഒരു ജാഗ്രത നിലനിർത്തി. ഓഫീസിലെ അത്യാധുനിക മെഷീനുകളും ഡിജിറ്റൽ സ്കെച്ചിങ് പാഡുകളും ആദ്യമൊക്കെ അല്ലിക്ക് അപരിചിതമായിരുന്നുവെങ്കിലും തൻ്റെ തനതായ തയ്യൽ വൈദഗ്ധ്യം കൊണ്ട് അവൾ അതിനെയെല്ലാം വേഗത്തിൽ മെരുക്കിയെടുത്തു. ആര്യൻ ദിവസവും അവളുടെ ക്യാബിന് മുന്നിലൂടെ പോകുമ്പോൾ അവളെ വീക്ഷിക്കുമായിരുന്നു. അവളിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച കണ്ടെത്താൻ അവൻ്റെ അഹങ്കാരം കൊതിച്ചിരുന്നു. എന്നാൽ അല്ലി ഓരോ ദിവസവും പുതിയ കോൺസെപ്റ്റുകളുമായി അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി 8 മണി കഴിഞ്ഞിട്ടും അല്ലി ക്യാബിനിൽ തന്നെയായിരുന്നു. വരാനിരിക്കുന്ന വെഡ്ഡിങ് കളക്ഷൻ്റെ മെയിൻ ലെഹങ്കയുടെ ബോഡി പാർട്ട് തുന്നുന്ന തിരക്കിലായിരുന്നു അവൾ. പെട്ടെന്നാണ് ആര്യൻ അങ്ങോട്ട് കയറി വന്നത്. കോട്ടും സൂട്ടുമെല്ലാം മാറ്റി ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് തെറുത്തു വെച്ച ഒരു കാഷ്വൽ ലുക്കായിരുന്നു അവൻ. എന്തായി നിന്റെ വില്ലേജ് ഡിസൈൻ പ്രോഗ്രസ് വല്ലതുമുണ്ടോ? അതോ 6 മാസം തികയുമ്പോൾ മുട്ടുകുത്താൻ മാനസികമായി തയ്യാറെടുക്കുകയാണോ? ആര്യൻ പതിവ് പരിഹാസത്തോടെ ചോദിച്ചു. അല്ലി ഡ്രസ്സിൽ നിന്നും തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആര്യൻ സാറിന് ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? ഇതൊന്ന് നോക്ക്. അവൾ തയ്ച്ചുകൊണ്ടിരുന്ന ആ വെഡ്ഡിങ് ബ്ലൗസ് അവന് നേരെ നീട്ടി. റോസ് ഗോൾഡ് നിറത്തിലുള്ള സിൽക്ക് തുണിയിൽ മുത്തുകളും കസവുകളും ഉപയോഗിച്ച് അവൾ ചെയ്ത ഹാൻഡ് വർക്ക് ഒരു വിസ്മയം തന്നെയായിരുന്നു. പരമ്പരാഗതമായ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മോഡേൺ ലുക്ക് നൽകിയ ഒരു ഡിസൈൻ. ആര്യൻ അത് കയ്യിലെടുത്തു. അവൻ്റെ വിരലുകൾ ആ തയ്യലുകളിലൂടെ ചലിച്ചു. ഒരു അന്താരാഷ്ട്ര ഡിസൈനർ എന്ന നിലയിൽ അതിലൊരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു.
ഇത് നീ സ്വന്തമായി ചെയ്തതാണോ? ആര്യൻ്റെ ശബ്ദത്തിലെ പരിഹാസം മാറി പകരം ഗൗരവമായി. അതെ സാർ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഈ കൈകൾക്ക് ഇതിലും ഭംഗിയായി ചെയ്യാമെന്നറിയാം, അല്ലി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഗുഡ്. ഒരൊറ്റ വാക്കിൽ അവൻ തന്നെ അഭിനന്ദിച്ചപ്പോൾ അല്ലി ശരിക്കും ഞെട്ടിപ്പോയി. ഒപ്പം അവൾക്ക് അല്പം സന്തോഷവും തോന്നി. ആര്യൻ ആ ഡിസൈനിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ നെക്ലൈനിൻ്റെ കട്ടിങ് അല്പം കൂടി ഡീപ്പായിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ റോയൽ ലുക്ക് പുറത്തു വരൂ, അവൻ പറഞ്ഞുകൊണ്ട് അലിയുടെ തൊട്ടരികിലേക്ക് നീങ്ങി നിന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് ഉയർന്ന ചെമ്പകത്തിൻ്റെയും നേരിയ വിയർപ്പിൻ്റെയും മണം അവൻ്റെ നാസികയിലേക്ക് അരിച്ചു കയറി. ആര്യൻ ഒരു നിമിഷം തരിച്ചു നിന്നു. അന്നേരം അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു പുതിയ അനുഭൂതി തോന്നി. ദേ, ഇവിടെ ഇങ്ങനെ വരണം. ആര്യൻ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചതും അവൻ്റെ കൈ അബദ്ധത്തിൽ അല്ലിയുടെ വിരലുകളിൽ തട്ടി. അല്ലി പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഇരുവർക്കുമിടയിൽ ഒരു നിശബ്ദത പടർന്നു. അല്ലിയുടെ കണ്ണുകളിലെ തീക്ഷ്ണതയ്ക്ക് മുന്നിൽ ആദ്യമായി ആര്യൻ വർമ്മയുടെ നോട്ടം താർന്നുപോയി. എനിക്ക് മനസ്സിലായി സാർ, ഞാനത് മാറ്റിക്കോളാം, അല്ലി പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ഗുഡ്. ആര്യൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഭാവം വീണ്ടെടുത്ത് അവിടെ നിന്ന് നടന്നുപോയി. പക്ഷെ അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ അല്ലിയുടെ ആ മുഖം മാത്രമായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ തമ്മിലുള്ള പ്രൊഫഷണൽ യുദ്ധം പതുക്കെ ഒരു സൗഹൃദത്തിലേക്ക് വഴിമാറാൻ തുടങ്ങി. വസ്ത്രങ്ങളുടെ കളർ കോമ്പിനേഷനുകളെക്കുറിച്ചും മെറ്റീരിയലുകളെക്കുറിച്ചും അവർ മണിക്കൂറുകളോളം ഒരുമിച്ചിരുന്ന് ചർച്ചകൾ നടത്തി. ആര്യൻ്റെ അഹങ്കാരത്തിന് പിന്നിൽ ഫാഷൻ ലോകത്തോടുള്ള കടുത്ത പ്രണയവും കഠിനാധ്വാനവും ഉണ്ടെന്ന് അല്ലി തിരിച്ചറിഞ്ഞു. അതുപോലെ അല്ലിയുടെ നിസ്സഹായതയ്ക്ക് പിന്നിലെ പോരാട്ട വീര്യം ആര്യനെയും ആകർഷിച്ചു തുടങ്ങിയിരുന്നു. മത്സരത്തിന് ഇനി വെറും 2 ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. നഗരത്തിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ചാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ മാമാങ്കമായ ദി റോയൽ റൺവേ നടക്കാൻ പോകുന്നത്. ആര്യൻ ഫാഷൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായിരുന്നു അത്. പകലും രാത്രിയും ഒന്നാക്കി അല്ലി അവളുടെ ക്യാബിനിൽ തന്നെയുണ്ടായിരുന്നു. ആര്യൻ നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ അവൾ ഒരുക്കിയ ആ റോയൽ വെഡ്ഡിംഗ് കളക്ഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. ഇതുവരെ ഒരു ഡിസൈനറും പരീക്ഷിക്കാത്ത കളർ ബ്ലെൻഡിംഗ് ആണ് നീ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലി. ഇതൊന്നെങ്കിൽ വിജയിക്കാം, അല്ലെങ്കിൽ പരാജയമാവും. ഒരു രാത്രി അവളുടെ വർക്കുകൾ നോക്കിക്കൊണ്ട് ആര്യൻ പറഞ്ഞു. എനിക്കെൻ്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട് സാർ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, അല്ലി ഉറപ്പിച്ചു പറഞ്ഞു. ആര്യൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ കണ്ണുകളിലെ ദൃഢത അവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അഹങ്കാരിയായി ആര്യൻ വർമ്മ ഇപ്പോൾ അല്ലിയുടെ മുന്നിൽ നല്ലൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു. മത്സരത്തിൻ്റെ 3-ാം ദിവസം വന്നെത്തി. ആ ആഡംബര ഹാൾ ജനങ്ങളെ കൊണ്ടും ഫാഷൻ പ്രേമികളെ കൊണ്ടും മാധ്യമപ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞിരുന്നു. ഇന്ത്യയിലെ പ്രശസ്തരായ പല ഡിസൈനർമാരുടെയും മോഡലുകൾ റാമ്പിൽ ചുവടുവെച്ചു. അവസാന ഊഴം ആര്യൻ ഫാഷൻസിൻ്റേതായിരുന്നു. ബാക്ക് സ്റ്റേജിൽ നിന്നിരുന്ന അല്ലിയുടെ നെഞ്ചിരിപ്പ് കൂടിക്കൂടി വന്നു. അവൾ ചെയ്ത വെഡ്ഡിംഗ് ലെഹങ്കയണിഞ്ഞ് ഇന്ത്യയിലെ ടോപ്പ് മോഡൽ റാമ്പിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിന്നു. ആര്യൻ അല്ലിയുടെ അരികിലേക്ക് വന്നു. ഓൾ ദ ബെസ്റ്റ് അല്ലി, ഇത് നിന്റെ ദിവസമാണ്. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. മ്യൂസിക് മാറി മറിഞ്ഞു. അനൗൺസ്മെൻറ്റ് മുഴങ്ങി. പ്രസൻറ്റിംഗ് ദ റോയൽ ബ്രൈഡൽ കളക്ഷൻ ബൈ ആര്യൻ ഫാഷൻസ്, ഡിസൈൻ ബൈ അല്ലി അശോകൻ. മോഡൽ നടന്നു നീങ്ങിയതും ഹാളിലാകെ ഒരു നിശബ്ദത പടർന്നു. റോസ് ഗോൾഡ് നിറത്തിൽ പ്രകാശത്തിൽ തിളങ്ങുന്ന പരമ്പരാഗത തുന്നലുകളും അതിനൊപ്പം മോഡേൺ ഫിനിഷിങ്ങും ചേർന്ന ലഹങ്ക കാണികളുടെ കണ്ണുകളെ ആകർഷിച്ചു. ആ വസ്ത്രത്തിൻ്റെ റോയൽ ലുക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അടുത്ത നിമിഷം ഹാൾ ഒന്നടക്കം കൈയടിക്കാൻ തുടങ്ങി. കാണികളുടെ ഭാഗത്തു നിന്നും ഹർഷാരവം ഉയർന്നു. മണിക്കൂറുകൾക്കകം റിസൾട്ടും വന്നു. വിധികർത്താക്കൾ ഒട്ടും സംശയിക്കാതെ അത് പ്രഖ്യാപിച്ചു. ദ വിന്നർ ഓഫ് ദി റോയൽ റൺവേസ് ആര്യൻ ഫാഷൻസ്. ഹാളിൽ വലിയ ശബ്ദമുയർന്നു. ഗായത്രി സന്തോഷം കൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് അല്ലിയെ കെട്ടിപ്പിടിച്ചു. ആര്യൻ ചിരിയോടെ അല്ലിക്ക് നേരെ കൈ നീട്ടി. യു ഡിഡ് ഇറ്റ് അല്ലി, നീ ജയിച്ചു. സ്റ്റേജിലേക്ക് അവാർഡ് വാങ്ങാനായി ആര്യനെയും അല്ലിയെയും ക്ഷണിച്ചു. വലിയ ട്രോഫി ഏറ്റുവാങ്ങിയ ശേഷം ആര്യൻ മൈക്ക് കയ്യിലെടുത്തു. ഈ വിജയത്തിൻ്റെ മുഴുവൻ അവകാശവും എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ്. ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പകിട്ടില്ലാതെ സ്വന്തം കഴിവും ആത്മാഭിമാനവും കൊണ്ട് ഈ അത്ഭുതം സൃഷ്ടിച്ച ഡിസൈനർ അല്ലി. ഇന്നു മുതൽ ഞങ്ങളുടെ കമ്പനിയുടെ ചീഫ് ഡിസൈനറായി അല്ലി ഉണ്ടായിരിക്കും. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ അല്ലിക്ക് നേരെ തിരിയുമ്പോൾ അവൾ അഭിമാനത്തോടെ തല ഉയർത്തി നിന്നു. തന്നെ പുച്ഛിച്ച സമൂഹത്തിന് മുന്നിൽ, തൻ്റെ കഴിവിനെ ചോദ്യം ചെയ്ത ഫാഷൻ ലോകത്തിനു മുന്നിൽ അവൾ തൻ്റെ സിംഹാസനം പിടിച്ചെടുത്തിരുന്നു. മത്സരം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടു. അല്ലി ഇപ്പോൾ കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഡിസൈനറാണ്.
നാട്ടിലെ വീടും കടയും ഒക്കെ നോക്കി നടത്താൻ അവൾ വിശ്വസ്തനായ ഒരു മാനേജറെ ഏൽപ്പിച്ചു. ഒരിക്കൽ സതീശൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആര്യൻ്റെ സഹായത്തോടെ അല്ലി നിയമപരമായി നീങ്ങിയിരുന്നു. സതീശനും ശാരദയും ഇനി തങ്ങളുടെ നേരെ വരില്ലെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായിരുന്നു. തയ്യൽ കടയിൽ സാധാരണക്കാരിൽ നിന്നും കൊച്ചിയിലെ വലിയ ഫാഷൻ സാമ്രാജ്യത്തിൻ്റെ ചീഫ് ഡിസൈനറായി മാറിയെങ്കിലും അല്ലിയുടെ ശീലങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആഡംബരങ്ങൾ നിറഞ്ഞ പുതിയ ജീവിതത്തിലും അവൾ തൻ്റെ തനിമ നിർത്തിപ്പോന്നു. ആര്യൻ ഫാഷൻസിൻ്റെ പുതിയ അന്താരാഷ്ട്ര പ്രൊജക്റ്റ് വൻ വിജയമായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഓഫീസിലെല്ലാവരും. ഒരു വൈകുന്നേരം പതിവ് പോലെ സ്കെച്ചിങ് ടേബിളിൽ പുതിയ ഡിസൈനുകൾ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലി. അപ്പോഴാണ് ഡോർ തുറന്ന് ആര്യൻ അകത്തേക്ക് വരുന്നത്. അവൻ്റെ മുഖത്ത് എപ്പോഴുമുള്ള ഗൗരവത്തിന് പകരം നേരിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അല്ലി, 1 മിനിറ്റ്. ആര്യൻ മേശക്കരികിലേക്ക് നടന്നു വന്നു. അല്ലി പതിയെ എഴുന്നേറ്റ് നിന്നു. എന്താ സർ, പുതിയ ഓർഡറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ല, ബിസിനസ്സൊക്കെ മാറ്റിവെക്കടോ. നമ്മുടെ പുതിയ കളക്ഷൻ വിപണിയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല. ആര്യൻ ഫാഷൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രോഫിറ്റാണ് ഈ മാസം റെക്കോർഡ് ചെയ്തത്. ഈ വിജയത്തിന് പിന്നിൽ നിൻ്റെ കഠിനാധ്വാനമാണ്. സോ ഇന്ന് രാത്രി നമുക്കൊരു സെലിബ്രേഷൻ എന്ന രീതിയിൽ ഒരു ഡിന്നറായാലോ? ഞാൻ കൊച്ചിയിലെ ഏറ്റവും മികച്ച 5 സ്റ്റാർ ഹോട്ടലിൽ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നീയും ഗായത്രിയും വരണം. ഐ ആം ഇൻവൈറ്റിംഗ് യു. ആദ്യം തൻ്റെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ലി ഒരു നിമിഷം ആലോചിച്ചു. ആഡംബര ഹോട്ടലുകളിലെ വലിയ വെളിച്ചവും ഫോർക്കും സ്പൂണും ഒക്കെയുള്ള ആ കൃത്രിമ അന്തരീക്ഷവും ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു അപരിചിതത്വം തോന്നുമായിരുന്നു. അവൾ പതിയെ പുഞ്ചിരിച്ചു. സർ, പരിഭവമായി തോന്നരുത്. എനിക്ക് ഈ വലിയ ഹോട്ടലുകളിലെ അന്തരീക്ഷം അത്ര പരിചയമില്ല. അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ വീട് തന്നെയാണ്. സാറിന് ശരിക്കും ഒരു സെലിബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് വരാമോ? ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കാം. ഗായവും കൂടെ ഉണ്ടാവും. സാറിനത് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് വന്നേക്കണേ. അല്ലി മടിച്ചാണ് ചോദിച്ചത്. കൊച്ചിയിലെ വലിയ ബിസിനസ്മാനായ ആര്യൻ വർമ്മയോടാണ് താനിത് ചോദിക്കുന്നതെന്നോർത്ത് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ ദേഷ്യപ്പെടുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ ആര്യൻ അവളെ വിസ്മയത്തോടെ നോക്കുകയാണ് ചെയ്തത്. എന്നും വലിയ വലിയ പാർട്ടി ഹാളുകളിലും കോർപ്പറേറ്റ് ഡിന്നറുകളിലും മാത്രം പങ്കെടുത്ത് ശീലിച്ച അവന് ഒരു വീട്ടിലെ ഭക്ഷണത്തിനായുള്ള ക്ഷണം തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. ഓക്കെ, ഡീൽ. എങ്കിൽ ഇന്ന് രാത്രി 8:30 ഞാൻ അവിടെ എത്തും. ഒരു മാറ്റം എനിക്കും ആവശ്യമാണ്. ആര്യൻ ഒട്ടും മടിക്കാതെ സമ്മതിച്ചു. ഓഫീസ് കഴിഞ്ഞയുടൻ അല്ലി വേഗത്തിൽ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു. കോളേജിൽ പോയി ഗായത്രിയെയും കൂടെ കൂട്ടി. ആര്യൻ സാർ വീട്ടിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഗായത്രിക്ക് സന്തോഷവും ഒപ്പം ചെറിയൊരു പരിഭ്രമവും ഉണ്ടായി. അല്ലി ചേച്ചി, നമ്മുടെ ഈ കുഞ്ഞു ക്വാർട്ടേഴ്സിലേക്കാണോ ആര്യൻ വർമ്മ വരുന്നത്? അങ്ങേരുടെ ആ അഹങ്കാരമൊക്കെ ഈ ചെറിയ മുറിയിൽ കൊള്ളുവോ ആവോ? ഗായത്രി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കുക ഗായു. പുള്ളി ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, ഒരുപാട് മാറി. നീ വന്ന് എന്നെ ഒന്ന് സഹായിക്ക്. അല്ലി അവളെ അടുക്കളയിലേക്ക് വിളിച്ചു. അല്ലി അടുക്കളയിൽ തിരക്കോട് തിരക്കായി. സാധാരണ വലിയ പാർട്ടികളിൽ ഉണ്ടാകുന്ന ഫ്രൈഡ് റൈസോ പാസ്തയോ ഒന്നും ഉണ്ടാക്കാൻ അവൾ മുതിർന്നില്ല. തനിക്ക് ഏറ്റവും നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന തൻ്റെ അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട വിഭവങ്ങൾ തന്നെ തയ്യാറാക്കാൻ അവൾ തീരുമാനിച്ചു. ചൂട് പറക്കുന്ന മട്ടരിയുടെ നല്ല ചോറ്, അടുപ്പിൽ വെച്ച് നന്നായി വറ്റിച്ചെടുത്ത മൺചട്ടിയിലെ നല്ല നാടൻ മീൻകറി, ചതച്ചെടുത്ത കാന്താരി മുളക് ചമ്മന്തി, വെളിച്ചെണ്ണയുടെ മണമുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, ഒപ്പം നല്ല തൈരും മുരിഞ്ഞ പപ്പടവും. അടുക്കളയിലാകെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണം പടർന്നു പിടിച്ചു. അവിയലും കൂട്ടുകറികളും എല്ലാം അവളുണ്ടാക്കി. കൃത്യം 8:30 ആയപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ ആര്യൻ്റെ ആഡംബര കാർ വന്ന് നിന്നു. കാഷ്വൽ ജീൻസും വെള്ള ഷർട്ടും ധരിച്ച് വളരെ ലളിതമായാണ് അവൻ വന്നത്. വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവനെ സ്വീകരിച്ചത് നാടൻ ഭക്ഷണത്തിൻ്റെ കുത്തിപ്പിക്കുന്ന സുഗന്ധമായിരുന്നു. വരൂ സാർ, ഇരിക്കൂ. അല്ലി ഹാളിലെ ചെറിയ മേശക്കരികിലേക്ക് അവനെ ക്ഷണിച്ചു. ഇവിടെ സാർ വിളിയൊന്നും വേണ്ട അല്ലി. ഓഫീസിന് പുറത്ത് ഞാൻ ആര്യൻ മാത്രമാണ്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. 3 പേരും മേശക്കരികിലിരുന്നു. അല്ലി ആവി പടക്കുന്ന ചോറ് ആര്യൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി. അതിന് മുകളിലേക്ക് കറികൾ ഓരോന്നൊഴിച്ചു കൊടുത്തു. ഒരു ഉരുള അവൻ വായിലേക്ക് വെച്ച നിമിഷം അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആ രുചി അവൻ്റെ നാവിനെ കീഴടക്കി. അല്ലി, ദിസ് ഈസ് സോ ഗുഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്ന്. ഈ രുചി ഒരു 5 സ്റ്റാർ ഹോട്ടലിലും കിട്ടില്ല കേട്ടോ. ആര്യൻ മനസ്സ് തുറന്ന് അവളെ അഭിനന്ദിച്ചു. എൻ്റെ അല്ലി ചേച്ചിയുടെ കൈപ്പുണ്യം വേറെ തന്നെയാണ് ആര്യൻ ചേട്ടാ. ഗായത്രി ഇടയിൽ കയറി പറഞ്ഞു. ആദ്യമായിട്ടാണ് അവൾ അവനെ ചേട്ട എന്ന് വിളിക്കുന്നത്.
ആ വിളി ആര്യൻ്റെ ഉള്ളിലൊരു വലിയ സന്തോഷം നിറച്ചു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബാന്തരീക്ഷം തിരികെ കിട്ടിയതുപോലെ അവന് തോന്നിത്തുടങ്ങി. ഭക്ഷണത്തിന് ശേഷം അവർ ആ വീടിൻ്റെ ചെറിയ ബാൽക്കണിയിൽ വന്നിരുന്നു. പുറത്ത് കൊച്ചി നഗരത്തിലെ രാത്രി വെളിച്ചങ്ങൾ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റ് വീശിയടിച്ചപ്പോൾ അല്ലി തൻ്റെ സാരിത്തുമ്പ് തോളിലേക്ക് ഒതുക്കിയിട്ടു. അല്ലി, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആര്യൻ നഗരത്തിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. എന്താണ് സാർ? സോറി ആര്യൻ അല്ലി തിരുത്തി ചോദിച്ചു. നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഓർമ്മയുണ്ടോ? അന്ന് നിന്നെ ഒരുപാട് അപമാനിച്ച ആളാണ് ഞാൻ. എൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ നീ നിൻ്റെ കഴിവും ആത്മാഭിമാനവും കൊണ്ട് ഒരു വലിയ മറുപടിയാണ് തന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കടന്നത് പ്രതിസന്ധികളോട് പൊരുതുന്ന ഒരു പെൺകുട്ടിയെയാണ്. നിൻ്റെ ഈ സിംപ്ലിസിറ്റി, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഉള്ളിൽ ഇത്രയും കഴിവുണ്ടായിട്ടും ഇത്രയും വലിയ വിജയങ്ങൾ നേടിയിട്ടും നീ ഇന്നും ആ പഴയ അല്ലിയായി തന്നെ തുടരുന്നു. ആ മാറ്റമില്ലായ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ഭംഗി. ആര്യൻ്റെ ശബ്ദത്തിൽ വലിയൊരു ആർദ്രതയുണ്ടായിരുന്നു. ആര്യൻ്റെ വാക്കുകൾ കേട്ട് അല്ലി ഒന്ന് ഞെട്ടി. കടുത്ത പ്രൊഫഷണലായ ആരോടും തലകുനിക്കാത്ത ആര്യൻ വർമ്മയുടെ ഉള്ളിൽ ഇത്രയും ആഴമുള്ള ഒരു മനസ്സുണ്ടായിരുന്നു എന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അതിൽ പരുക്കൻ ഭാവങ്ങൾ പകരം തനിക്കായി കരുതി വെച്ച ഒരു പ്രത്യേക തിളക്കം അവൾ കണ്ടു. എനിക്ക് ജയിക്കണമായിരുന്നു ആര്യൻ. തോറ്റു കൊടുക്കാൻ ഒരിടവും ബാക്കിയില്ലാത്തത് കൊണ്ട് ഞാൻ പൊരുത്തിയത്. എനിക്ക് എൻ്റെ അനിയത്തിയെ ഒരു കരക്കെത്തിക്കണം. എന്നെ പൂജിച്ചവർക്ക് മുന്നിൽ ജീവിച്ചു കാണിക്കണം. അതിനപ്പുറം വലിയ ആഗ്രഹങ്ങളൊന്നും ഈ തയ്യൽക്കാരിക്കില്ല. അല്ലിയുടെ കണ്ണുകൾ നേരിയ രീതിയിൽ നനഞ്ഞു. അല്ലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആര്യൻ്റെ മനസ്സിൽ അവളോടുള്ള ബഹുമാനവും പ്രണയവും ഇരട്ടിയായി. ബാൽക്കണിയിലെ നേരത്തെ വെളിച്ചത്തിൽ കണ്ണുകൾ തുടക്കാൻ ശ്രമിക്കുന്ന അല്ലിയെ അവൻ കുറച്ചു നേരം നിശബ്ദനായി നോക്കി നിന്നു. അല്ലി, ആര്യൻ്റെ ശബ്ദം അത്രമേൽ ശാന്തവും ഗൗരവമുള്ളതുമായിരുന്നു. നിന്നെ വെറും ഒരു ജോലിക്കാരിയായിട്ടല്ല ഞാൻ കാണുന്നത്. എൻ്റെ മനസ്സ് കീഴടക്കിയ പെൺകുട്ടിയായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത്. നിൻ്റെ ഈ പോരാട്ട വീര്യത്തെയാണ് ഞാൻ പ്രണയിക്കുന്നത്. ഇനി നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ ഉണ്ടാവാൻ എനിക്ക് താല്പര്യമുണ്ട്. അല്ലി, ഐ ലവ് യു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആര്യൻ തൻ്റെ മനസ്സിലെ പ്രണയം അത്രയും തുറന്നു പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി. ആ പ്രപ്പോസൽ കേട്ടതും അല്ലി ശരിക്കൊന്ന് ഞെട്ടി. ഒരു നിമിഷം അവളുടെ ശ്വാസം ഒന്ന് നിലച്ചതുപോലെ. ആര്യൻ വർമ്മ തന്നെ പ്രണയിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് വിസമ്മതിച്ചു. കൈ നീട്ടി നിൽക്കുന്ന ആര്യനെ നോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. അവളുടെ ഹൃദയം ആര്യനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അല്ലി പതുക്കെ ആര്യൻ്റെ നോട്ടത്തിൽ നിന്നും കണ്ണു വെട്ടിച്ച് പുറകിലേക്ക് മാറി നിന്നു. ബാൽക്കണിയുടെ കൈവരിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ദീർഘനിശ്വാസം എടുത്തു. അവളുടെ മുഖത്ത് പ്രണയത്തിന് പകരം വലിയൊരു സങ്കടവും നിസ്സഹായതയും നിറഞ്ഞു. ഇല്ല ആര്യൻ, ഇത് നടക്കില്ല, ഇത് പാടില്ല, അല്ലി ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അല്ലി, ആര്യൻ്റെ കൈകൾ പതുക്കെ താഴേക്ക് പോയി. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു നിരാശ പടർന്നു. നിനക്കെന്നെ ഇഷ്ടമല്ലേ? അങ്ങനെയല്ല ആര്യൻ. അല്ലി അവന് നേരെ തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ കവിളിലൂടെ ഒഴിച്ചിറങ്ങി. എനിക്കെൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നന്നായി അറിയാം. നിങ്ങൾ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. പണവും പദവിയുള്ള കുടുംബമാണ് നിങ്ങളുടേത്. ഞാനോ നാട്ടിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി. നിങ്ങളുടെ ആഡംബര ലോകവും എൻ്റെ ഈ കൊച്ചു ജീവിതവും തമ്മിൽ വലിയ ദൂരമുണ്ട് ആര്യൻ. പണവും പദവിയുമൊക്കെ ആർക്ക് വേണമല്ലേ? എനിക്ക് നിന്നെയാണ് വേണ്ടത്. ആര്യൻ അവളുടെ അരികിലേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷേ ഈ സമൂഹത്തിന് അതൊക്കെ വേണം ആര്യൻ. അല്ലി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ സ്റ്റാറ്റസിന് അനുയോജ്യമായ ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ള എത്രയോ നല്ല പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടും. സുന്ദരിമാരും വിദ്യാസമ്പന്നരുമായ പെൺകുട്ടികൾ നിങ്ങളുടെ ഒരു വാക്കിനായി കാത്തു നിൽക്കുന്നുണ്ടാവും. അവരുടെ കൂടെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ പദവിക്ക് ചേരുന്നത്. എൻ്റെ കൂടെയുള്ള ജീവിതം നിങ്ങളുടെ അന്തസ്സിന് കോട്ടമുണ്ടാക്കും. എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയും സതീഷിനും ഉണ്ടാക്കി വെച്ച നാണക്കേടുകൾ മാത്രം മതി എന്നെ ആളുകൾക്ക് മുന്നിൽ മോശക്കാരിയാക്കാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇതിലേക്ക് വലിച്ചിടരുത്. അല്ലി അത്രയും പറഞ്ഞു നിർത്തി. അവളുടെ ഉള്ളം തകർന്നു പോയിരുന്നു. ആര്യനെ വേദനിപ്പിക്കുക എന്നത് അവളെ സംബന്ധിച്ച് സ്വന്തം ഹൃദയം കീറി മുറിക്കുന്നതിന് തുല്യമായിരുന്നു. അല്ലിയുടെ ആ വാക്കുകൾ ആര്യൻ്റെ ഉള്ളിൽ വലിയൊരു മുറിവേൽപ്പിച്ചു. തൻ്റെ പണവും പദവിയുമാണ് അവൾക്കും തനിക്കുമിടയിലെ മതിൽക്കെട്ടായി നിൽക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആര്യൻ ഒന്നും മിണ്ടിയില്ല. അവളോട് തർക്കിക്കാനോ തൻ്റെ പ്രണയം സ്ഥാപിച്ചെടുക്കാനോ അവൻ മുതിർന്നില്ല. അവൻ അല്ലിയെ ഒന്ന് ദയനീയമായി നോക്കി. ആ നോട്ടത്തിൽ കടുത്ത സങ്കടവും പ്രണയവും കലർന്നിട്ടുണ്ടായിരുന്നു. ഒരു വാക്കുപോലും പറയാതെ ആര്യൻ ബാൽക്കണിയിൽ നിന്നും ഹാളിലേക്ക് നടന്നു. ആര്യൻ ചേട്ടാ,
ഗായത്രി വിളിച്ചെങ്കിലും അവൻ അതൊന്നും കേൾക്കാത്ത മട്ടിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അടുത്ത നിമിഷം ആര്യൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞു പോകുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി കേട്ടു. ആര്യൻ പോയതും അല്ലി ബാൽക്കണിയിലെ തറയിലേക്ക് തളർന്നിരുന്നു. അവൾ മുഖം കൈകളിൽ ഒളിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഗായത്രി ഓടി വന്ന് അല്ലിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, നീ എന്തായി ചെയ്തത്? ആര്യൻ ചേട്ടൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അത് തുറന്നു പറഞ്ഞത്. എന്നിട്ട് നീ എന്തിനാ അങ്ങനെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഗായു. അല്ലി ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അദ്ദേഹം വലിയൊരു നിലയിലുള്ള ആളാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ശാപമായി മാറും. എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണമായിരുന്നു. അല്ലി പുറമേക്ക് ആര്യനെ നിരസിച്ചെങ്കിലും അവളുടെ ഉള്ളിലും ആര്യൻ എന്നും കുടിയേറിയിരുന്നു എന്നത് മാത്രമായിരുന്നു സത്യം. ആര്യൻ്റെ പരുക്കൻ സ്വഭാവത്തിന് പിന്നിലെ ആർദ്രതയും തന്നെ സംരക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സുമെല്ലാം അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യൻ്റെ ആ ദയനീയ നോട്ടം അവളുടെ മനസ്സിൽ ഒരു കനലായി കിടന്ന് അവളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. താൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആര്യനില്ലാത്ത ഒരു ജീവിതം എത്രമാത്രം ശൂന്യമായിരിക്കുമെന്നോർത്ത് അല്ലിയുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. അഹങ്കാരിയായ ആര്യൻ വർമ്മയും ആത്മാഭിമാനിയായ അല്ലിയും തമ്മിലുള്ള പ്രണയം വെളുപ്പ ചെറുപ്പത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽപ്പെട്ട് ഒരു വലിയ നോവായി മാറുകയായിരുന്നു ആ നഗരത്തിലെ ആ രാത്രിയിൽ. പിറ്റേന്ന് രാവിലെ അല്ലി ഓഫീസിലേക്ക് നടക്കുമ്പോൾ അവളുടെ കാലുകൾക്ക് എപ്പോഴത്തെയും പോലെയുള്ള ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല. ഉറക്കമില്ലാത്ത രാത്രി സമ്മാനിച്ച കൺതടങ്ങളിലെ കറുപ്പും മനസ്സിലെ ഭാരവും മറക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. തൻ്റെ ആയിരുന്നു ശരിയെന്ന് മനസ്സിനെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിച്ചാണ് അവൾ ആര്യൻ ഫാഷൻസിൻ്റെ വലിയ ഗ്ലാസ് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത്. എന്നാൽ അകത്തേക്ക് ചുവടുവെച്ച അല്ലി പെട്ടെന്ന് അമ്പരന്നു പോയി. എപ്പോഴും ഡിസൈനർമാരുടെയും അസിസ്റ്റന്റ്മാരുടെയും തിരക്കുകളും ഫോൺ കോളുകളും ബഹളങ്ങളും കൊണ്ട് നിറഞ്ഞു കവിയാറുള്ള ആ ഓഫീസ് ഫ്ലോർ ഇപ്പോൾ തികച്ചും വിജനമായി കിടക്കുന്നു. ലൈറ്റുകളെല്ലാം നേരത്തെ വെളിച്ചം മാത്രം. ക്രാഫ്റ്റിംഗ് ടാബുകളിലോ കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് മുന്നിലോ ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല. സെക്യൂരിറ്റിയോ റിസപ്ഷനിസ്റ്റോ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇന്ന് ആരും വരാത്ത? സമയം 9:30 കഴിഞ്ഞല്ലോ. ഇനി ഓഫീസിൽ നിന്ന് വല്ല അവധിയും ആവുമോ? അല്ലി വാച്ചിലേക്ക് നോക്കി സ്വയം പിറുപിറുത്തു. അവൾ പതുക്കെ മുന്നോട്ട് നടന്നു. നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ആ വലിയ ഹാളിൽ അവളുടെ കാൽപ്പാടുകളുടെ ശബ്ദം മാത്രം പ്രതിധ്വനിച്ചു. തൻ്റെ ക്യാബിനിലേക്ക് കയറാനായി അവൾ ചുവടുകൾ വെക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നും ആ ശബ്ദം കേട്ടത്. ഇന്ന് ആരും വരില്ല അല്ലി. ഇന്ന് ഈ ഓഫീസിന് ഒഫീഷ്യൽ ലീവാണ്. അല്ലി പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. ഹാളിലെ വലിയൊരു ടേബിളിൽ ചാരി കൈകൾ രണ്ടും പാൻസിൻ്റെ പോക്കറ്റിലിട്ട് ആര്യൻ നിൽക്കുകയായിരുന്നു. ഇന്നലത്തെ ആ സങ്കടവും ദയനീയതയും എല്ലാം മാറി അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. കറുത്ത ഫോർമൽ പാൻറ്റും നീല ഷർട്ടും ധരിച്ച അവൻ തികച്ചും റിലാക്സ്ഡ് ആയ ഒരു ലുക്കിലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു കുസൃതി തിളങ്ങി നിൽക്കുന്നു. ആര്യൻ സാർ, അല്ലി അറിയാതെ വിളിച്ചുപോയി. അവളുടെ മുഖത്ത് പരിഭ്രമം പടർന്നു. ഞാൻ പറഞ്ഞില്ല അല്ലി, ഇന്ന് ആർക്കും എൻട്രി ഇല്ല. ഇന്ന് ഈ ആര്യൻ ഫാഷൻസ് എന്ന സാമ്രാജ്യം വെറും 2 പേർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുകയാണ്. ഫോർ യു ആൻഡ് മീ. അവൻ പതുക്കെ അവളിലേക്ക് അടുത്ത് നടന്നു വന്നു. അവൻ്റെ ആ മാറ്റവും അടുത്തേക്കുള്ള വരവും അലിയിൽ കൂടുതൽ പരിഭ്രമമുണ്ടാക്കി. അവൾ ഒരു ചുവട് പുറകിലേക്ക് വെച്ചു. സാർ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അല്ലി പാതി വഴിയിൽ തൻ്റെ വാക്കുകൾ നിർത്തി. ഇന്നലെ നീ ഒരുപാട് ഡയലോഗ് അടിച്ചതല്ലേ? പദവി, സൊസൈറ്റി, സ്റ്റാറ്റസ്, തയ്യൽക്കാരി, അങ്ങനെ എന്തൊക്കെയായിരുന്നു? ആര്യൻ അവളെ മറികടന്ന് തൊട്ടടുത്തുള്ള മേശപ്പുറത്തേക്ക് അല്പം ചാരിയിരുന്നു. അവൻ്റെ മുഖത്തിപ്പോൾ പരിഹാസമല്ല, പകരം അളവറ്റ പ്രണയവും കുസൃതിയുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചു. നീ പറഞ്ഞതൊരു പരിധി വരെ ശരിയാണ്. നമ്മൾ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അവൻ ഗൗരവം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലി ശ്വാസമടക്കി അവനെ തന്നെ നോക്കി. എന്താ വ്യത്യാസം എന്നറിയാമോ? ആര്യൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അല്ലിയുടെ തൊട്ടു മുന്നിൽ വന്ന് നിന്നു. അവൾക്ക് ഒഴിഞ്ഞു മാറാൻ ഇടമില്ലാത്ത വിധം അവൻ അവളുടെ 2 വശത്തുമായി മേശപ്പുറത്ത് കൈകൾ കുത്തി അവളെ തനിക്കുള്ളിലാക്കി നിർത്തി. ഈ വസ്ത്രങ്ങൾ തുന്നിക്കൂട്ടുന്ന ഒരു സാധാരണ ഡിസൈനറാണ് നീ. പക്ഷെ ഞാൻ എൻ്റെ അറ്റുപോയ മനസ്സ് നിൻ്റെ കൈകളിൽ തന്നിട്ട് അതൊന്ന് തുന്നിച്ചേർക്കാൻ കെഞ്ചി പിന്നാലെ നടക്കുന്ന ഒരു പാവ കാമുകനാണ്. ഇതിൽ ആരാണ് വലിയ ആളെന്ന് നീ തന്നെ പറ. അവൻ അവളുടെ കവിളിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. ആര്യൻ്റെ ആ അപ്രതീക്ഷിതമായ സംസാരം അല്ലിയുടെ കവിളുകളിൽ ചുവന്നു തൊടുത്തു.
അവൾ നോട്ടം താഴേക്ക് ഒതുക്കി. ആര്യൻ, തമാശ കളിക്കല്ലേ, ആരെങ്കിലും കാണും. അല്ലി പതിയെ പറഞ്ഞു. ആര് കാണാൻ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ മാത്രാണെന്ന്. എൻ്റെ ചോദ്യത്തിന് മറുപടി താ അല്ലി. നിൻ്റെ ഉള്ളിൽ ഞാനില്ലേ? ഇല്ലെന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ നിനക്ക് കഴിയുമോ? ആര്യൻ അവളുടെ താഴെയിൽ പിടിച്ച് പതിയെ മുഖമുയർത്തി. അവൻ്റെ വിരലുകളുടെ സ്പർശനം അല്ലിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. അവൻ്റെ കാന്തം പോലുള്ള തീക്ഷ്ണമായ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് നുണ പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു വന്നു. എനിക്ക് പേടിയാവുന്നു ആര്യൻ. നമ്മളൊന്നായ ഈ ലോകം നിങ്ങളെ കളിയാക്കും. എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ വയ്യ. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ തൻ്റെ ഉള്ളിലെ ഭയം തുറന്നു പറഞ്ഞു. ഈ ആര്യവർമ്മയെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല അല്ലി. നിൻ്റെ ഈ മിഴികൾക്കല്ലാതെ. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരു പുല്ലുമില്ല. അവൻ അവളുടെ കവിളിലെ കണ്ണീർ തുള്ളികൾ തൻ്റെ വിരലുകൾ കൊണ്ട് തുടച്ചു മാറ്റി. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ചു. അല്ലി നേരെ വന്ന് വീണത് അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് ആര്യനിപ്പോൾ വ്യക്തമായി കേൾക്കാമായിരുന്നു. പിന്നെ നീ പറഞ്ഞില്ലേ എൻ്റെ പദവിക്ക് അനുയോജ്യമായ വലിയ പെൺകുട്ടികളെ കിട്ടുമെന്ന്. എനിക്ക് ആഡംബരമുള്ള കളിപ്പാവകളെ വേണ്ടല്ലേ. എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വേണ്ടത് സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാത്ത കഴിവും ധൈര്യവുമുള്ള നിന്നെ തന്നെയാണ്. ഇനി ഇതിനു മുകളിൽ ഒരു മറുപടി നീ പറയരുത്. അവൻ അവളുടെ കാതോരം പതിയെ പറഞ്ഞു. ആര്യൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ അവൻ്റെ കൈകളുടെ സുരക്ഷിതത്തിൽ അല്ലി തൻ്റെ സകല നിയന്ത്രണങ്ങളും മറന്നുപോയി. അവളുടെ മനസ്സിൻ്റെ മതിൽക്കെട്ടുകളെല്ലാം അന്നേരം തകർന്നു വീണു. അവൾ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. എനിക്കും ഒത്തിരി ഇഷ്ടമാണ് ആര്യനെ. ഒടുവിൽ അവൾ ആ സത്യം സമ്മതിച്ചു. അലിയുടെ ആ വാക്കുകൾ കേട്ടതും ആര്യൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഡീൽ ഉറപ്പിച്ചു അല്ലേ ചീഫ് ഡിസൈനർ? ഇനി ഇതിൽ നിന്നും ഒരു ബാക്ക് സ്റ്റെപ്പില്ല കേട്ടോ? അവൻ അവളെ ചെറുതായി ഒന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു. അല്ലി നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അഹങ്കാരിയായ ആര്യൻ വർമ്മയുടെ പ്രണയത്തിന് മുന്നിൽ ആത്മാഭിമാനിയായ അല്ലി തൻ്റെ മനസ്സ് കീഴടങ്ങി കൊടുക്കുമ്പോൾ ആ വലിയ വിജനമായ ഓഫീസിനുള്ളിൽ പ്രണയത്തിൻ്റെ പുതിയൊരു വസന്തം തുന്നിച്ചേർക്കപ്പെടുകയായിരുന്നു. അവസാനിച്ചു സൂര്യകാന്തി. ഈദിൻ്റെ തിരക്കിലെല്ലാം പെട്ടുപോയിരുന്നു. അതിനിടയിൽ ഒരു പനിയും വന്നു. പനി എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാവരും പനിച്ചു കിടക്കുകയാണ്. അതിനിടയിലൂടെയാണ് ഈ വോയിസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.